സോഫാസൊക്കെ വളരെ ലക്ഷറി ആയിട്ടുള്ള ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സോഫാസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളി അടഞ്ഞു കിടന്ന് കഴിയുമ്പം ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വരുമ്പോൾ ഇത് പൂപ്പൽ പിടിക്കാനും പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കർട്ടൺ വിൻഡോസ് നമ്മൾ മോട്ടറൈസേഷൻ കൊടുത്തതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫംഗ്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. അതായത് കർട്ടൺ വിൻഡോസ് നമ്മൾക്ക് ഡെയിലി മോർണിംഗ് ഒരു 10 to 3 o'clock വരെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. ഇവിടെ നമ്മളുടെ ഈ വീട്ടിൽ കർട്ടൻസ് വിൻഡോസ് നമ്മൾ മോട്ടറൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സുകൾ നമ്മളിവിടെ ഓട്ടോമേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ VRF AC ആണ്. നമ്മൾ ആ VRF AC നമ്മളുടെ ഓട്ടോമേഷൻ കൺട്രോളർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു NRI ആയിട്ടുള്ള ഒരു വിദേശത്ത് താമസിക്കുന്ന ഒരു ക്ലയൻറ്റാണ്. അവർ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് 10 ദിവസം 15 ദിവസമൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ ഡെയിലിയോ ഒരു 1 hour AC നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന സോഫാസൊക്കെ വളരെ ലക്ഷറി ആയിട്ടുള്ള ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സോഫാസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളി അടഞ്ഞു കിടന്ന് കഴിയുമ്പം ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വരുമ്പോൾ ഇത് പൂപ്പൽ പിടിക്കാനും പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ AC ഒന്ന് ഉപയോഗിച്ച് ഫ്രഷ് എയർ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ റൂം ഒരു വളരെ ഫ്രഷ് ആയിട്ട് വളരെ നല്ലൊരു ഫ്രഷ് എയറിൽ നിൽക്കുകയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർക്ക് ആ റൂം അപ്പാർട്ട്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. നമുക്ക് കാണുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ NRIs ഒക്കെ വീട് നമ്മൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ മേടിച്ചിടും. നല്ല ഇൻറ്റീരിയറൊക്കെ ഇതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ ഇൻറ്റീരിയേഴ്സ് ചെയ്യും. പക്ഷേ ഇത് അടഞ്ഞു കിടന്ന് കഴിയുമ്പോൾ ഒരു വർഷത്തിൽ ഒന്നും എയർ ഫ്രഷ് ഒന്നും വളരെ ക്ലിയർ അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം ഫർണിച്ചേഴ്സൊക്കെ പൂപ്പൽ കയറാനും ഇതിനകത്തൊരു മോയ്സ്ചർ കണ്ടൻസ് നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഈ വീടിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വളരെ ലൈഫ് ലോങ്ങിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ തന്നെ കർട്ടൺ വിൻഡോസ് നമ്മൾ മോട്ടറൈസേഷൻ കൊടുത്തതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫംഗ്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. അതായത് കർട്ടൺ വിൻഡോസ് നമ്മൾക്ക് ഡെയിലി മോർണിംഗ് ഒരു 10 to 3 o'clock വരെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി കിടക്കും. ഈവനിങ് ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അടയുകയും ചെയ്യും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റൂമിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 5 കൊല്ലോ 6 കൊല്ലോ കഴിഞ്ഞാൽ പോലും ഈ അപ്പാർട്ട്മെൻറ്റ് എപ്പോഴൊരു ഫ്രഷ്നെസ്സിൽ നിൽക്കുകയും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും.